ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 26 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ നാസയുടെ പേടകം. അത് പാർക്കർ സോളർ പ്രോബാണ്. സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ നാസയുടെ പേടകം ചോദിക്കുകയാണെങ്കിൽ അത് പാർക്കർ സോളർ പ്രോബാണ്. സൂര്യൻ്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് പാർക്കർ സോളർ പ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സൂര്യൻ്റെ ഏകദേശം 61 ലക്ഷം കിലോമീറ്റർ അടുത്ത് വരെ പേടകം എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ അംഗീകാരം 2024 ലഭിച്ചത് ആർക്കാണ്? കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ അംഗീകാരം 2024 ലഭിച്ചത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. അടുത്ത ചോദ്യം, 2024 ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരി. 2024 ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സാമന്ത ഹാർവി. ബുക്കർ സമ്മാനം നേടുന്ന രണ്ടാമത്തെ ചെറിയ പുസ്തകമാണ് 13 പേജുകൾ മാത്രമുള്ള ഓർബിറ്റൽ. അതിൻ്റെ സമ്മാനത്തുക, അതായത് ബുക്കർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 53,78,190 രൂപയാണ്. 53,78,190 രൂപ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് രണ്ടാമതും നിയമിതനായത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തയ്യിബ് ഇക്രമാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് തയ്യിബ് ഇക്രമാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാര ജേതാവ് പ്രൊഫസർ എം ലീലാവതി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാര ജേതാവ് പ്രൊഫസർ എം ലീലാവതിയാണ്. പ്രൊഫസർ എം ലീലാവതി. അടുത്ത ചോദ്യം, 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. 2020 തുടർച്ചയായിട്ട് 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സഞ്ജു സാംസണാണ്. 2020 തുടർച്ചയായിട്ട് 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സഞ്ജു സാംസൺ. അടുത്ത ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായിട്ട് അമിക്കസ് ക്യൂറിയായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? അത് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായിട്ട് അമിക്കസ് ക്യൂറിയായിട്ട് നിയമിക്കപ്പെട്ടത് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ്. അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. താങ്ക് യു.